തലമുറ, സിസ്റ്റം അവഗണിച്ച ഈ തലമുറ, തൊഴിലില്ലായ്മയുടെ പേരിൽ വേദനിക്കുമ്പോൾ പരിഹസിക്കുന്ന സിസ്റ്റമുള്ള, അവർ അവഗണിച്ച, അവർ പരിഹസിക്കാൻ ശ്രമിച്ച, അധിക്ഷേപിക്കാൻ ശ്രമിച്ച ഈ തലമുറയുടെ രാഷ്ട്രീയം അവർ ഉറക്കെ പറയുകയാണ്. അതിനവർക്ക് നമ്മുടെ മാധ്യമങ്ങൾ വേണ്ട, നമ്മൾ സംവദിക്കുന്ന മാധ്യമങ്ങൾ വേണ്ട, അവർക്ക് അവരുടേതായ രീതിയുണ്ട്. പിന്നെ ഈ 2 കോടിയിലധികം എന്ന് പറയുന്നത് മുഴുവൻ കോക്രോച്ചുകളാണോ? അങ്ങ് ഫോളോ ചെയ്തിട്ടില്ലേ? ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ട്. എന്തിനാണ്? ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ ഫോളോ ചെയ്തിട്ടുണ്ട്. എന്തിനാണ്? അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നറിയാൻ വേണ്ടി കൂടിയാണ്. അവരെന്തിനാണ് ഒരുമ്പെടുന്നത്, എന്താണ് അവരെ നയിക്കുന്നത്, എന്താണ് അവരുടെ ആശയം, അവരെന്താണ് ചെയ്യാൻ പോകുന്നത്, അവരെന്താണ് പറയാൻ ശ്രമിക്കുന്നത് എന്ന് കേൾക്കാൻ വേണ്ടി കൂടിയാണ്. അല്ലാതെ ബംഗളൂരുവിൽ അവർ ആഹ്വാനം ചെയ്തിരിക്കുന്നിടത്തേക്ക് ഞാനോ അങ്ങയോ അടക്കമുള്ള ഫോളോവേഴ്സ് എല്ലാവരും ഇറങ്ങിപ്പോകില്ല. പക്ഷേ പോകുന്നവരും ഉണ്ടാകും എന്നതാണ് നമ്മൾ അവിടെയും കൂടി മനസ്സിലാക്കേണ്ടത്. അഭിജിത്ത് ദീപ്കയ്ക്ക് വധഭീഷണി വരികയാണ്. ആർക്കാണ് അതിന്റെ താല്പര്യം എന്നൊരു ചോദ്യം അവിടെ നിൽക്കുകയാണ്. ഒന്നുകിൽ നിങ്ങൾ ഇതിൽ നിന്ന് പിൻവാങ്ങൂ, അല്ലെങ്കിൽ നിങ്ങൾ മരിക്കാൻ തയ്യാറാകൂ എന്ന ഒരു പേജ് സ്ഥാപിച്ച ഒരാളോട്. അദ്ദേഹം ഒരു ജേർണലിസം സ്റ്റുഡന്റ് ആയിരുന്നു പൂനെയിൽ, ഇപ്പോൾ PR-ൽ മാസ്റ്റേഴ്സ് ചെയ്യുകയാണ്. കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ട്. അതൊരു ഈ ലോകത്തെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ആയുധം കമ്മ്യൂണിക്കേഷനാണ്. അപ്പോൾ അതവർക്ക് സ്വന്തമായിട്ടുണ്ട് എന്നത് പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ അവരെ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്, അവരെ നമ്മൾ ബഹുമാനിക്കേണ്ടതുണ്ട്. എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്നതിനെ നമ്മൾ സാഗൂതം വീക്ഷിക്കേണ്ടതുമുണ്ട് എന്നതാണ് പ്രധാനം. ഭീഷണി, അധിക്ഷേപം, ജാത്യധിക്ഷേപം ഉണ്ടാകുന്നു എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ആഗയാദ കാർഡ് എന്നാണ് പറയുന്നത്. അദ്ദേഹം ദളിതനാണ് എന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെ ദാ വന്നല്ലോ ജാതിക്കാട് എന്ന് പരിഹസിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ നിലയ്ക്കാണ് ഈ അഡ്രസ്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ ബംഗളൂരുവിലെ ആഹ്വാനം എങ്ങനെ കണ്ടുപോകും എന്നെനിക്കറിയില്ല. പക്ഷേ അതിൻ്റെ തുടർച്ച നല്ല ഗതിക്കായിരിക്കില്ല. നമ്മൾ പരാജയപ്പെടുന്നിടത്ത് അവരും പരാജയപ്പെട്ടു പോകും. അവർ നമ്മുടെ രാജ്യത്തിൻ്റെ കുഞ്ഞുങ്ങളാണ് എന്നതുകൂടി ആലോചിക്കുന്നുണ്ട്. 30 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളുടെ മാനസികാവസ്ഥ, ചെറുപ്പക്കാരുടെ മാനസികാവസ്ഥ, അവരുടെ ആവശ്യങ്ങൾ എന്നുള്ളത് നമ്മൾ ഒരു രാജ്യം, സമൂഹം എന്ന നിലയ്ക്ക് കാണേണ്ടതാണ്. പഠിക്കുന്ന കുട്ടികളാണ്, തൊഴിൽ നേടാൻ നോക്കുന്നവരാണ്, സെറ്റിൽ ചെയ്യാൻ ശ്രമിക്കുന്നവരാണ്, ജീവിക്കണമെന്ന ആഗ്രഹവും പ്രതീക്ഷയുമുള്ളവരാണ്. കൗമാരകാലത്തിന് സമയം മുതൽ ഒരു യുവാവിൻ്റെ, യുവതിയുടെ മനസ്സിൽ ലോകത്തോടുള്ള വീക്ഷണമുണ്ടാകുന്നത്ര വലിയ ഇന്ദ്രജാലം ലോകം കണ്ടിട്ടില്ല. അതിനോട് പ്രതിപ്രവർത്തിച്ച് മാത്രമാണ് ലോകത്ത് രാഷ്ട്രീയം ഉണ്ടായിട്ടുള്ളത്, മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്ന് നമുക്കാരും പറഞ്ഞു തരേണ്ടതുമില്ല. അപ്പോൾ നമ്മൾ അവരെ വീക്ഷിക്കുക, അവരുടെ ആവശ്യങ്ങളോട് പ്രതിപ്രവർത്തിക്കുക എന്നതാണ് പ്രധാനം എന്നുണ്ട്.